ഗാസ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് നേരത്തെ പറയുന്നതാണ്. ആ രണ്ടാം ഘട്ടം എന്നുള്ളത് തന്നെ അതാണ്. ഹമാസിനെ ഇല്ലാതാക്കുക, നിരായുധീകരിക്കുക എന്നുള്ളത് മാത്രമാണ്, തുടച്ചു നീക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഗസ പദ്ധതിയിലേക്ക് ട്രംപ് കടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഹമാസിനെ ഇല്ലാതാക്കുന്നതിനോട് ഏതു തരത്തിലാണ് ഹമാസ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഗസയിലെ കാര്യങ്ങളിലേക്ക് ഹമാസ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്? അതെങ്ങനെ തടയാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ നെതന്യാഹു അത് സമ്മതിക്കുന്നില്ല. മറുഭാഗത്ത് ഇന്ന് ഇസ്രായേലിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ ഇസ്രായേലി മാധ്യമങ്ങളോട് പറഞ്ഞത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പരമപ്രധാനമായി ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഈ ബന്ദിമോചനം അങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ വിലവെക്കേണ്ടതില്ല, ഹമാസിനെ ഡിസാം ചെയ്യുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് പ്രധാന അജണ്ടയായി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹമാസ് നിരായുധീകരിക്കണം, ആയുധം വെച്ച് കീഴടങ്ങണം, ഇല്ല എങ്കിൽ വി വിൽ ഡിസാം ദം വയലന്റ്ലി എന്നാണ് പറഞ്ഞത്. അവർ വെടിനിർത്താൻ സന്നദ്ധമായില്ലെങ്കിൽ, അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കും, അമേരിക്കയുടെ നേതൃത്വത്തിൽ അത് ചെയ്യും, അതൊരു പക്ഷേ അക്രമാസക്തമായ ചോര ചിന്തിയ വലിയൊരു നടപടിയായിരിക്കുമെന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബന്ദിമോചനത്തിന്റെ ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ ഒതുക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം തന്നെ പോകും. അതിന് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടാകും എന്നാണ് ട്രംപ് കരുതുന്നത്. അതിനൊരു ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് ട്രംപിന്റെ കൈകളിലുള്ളത്. വിദേശ സേന അങ്ങോട്ട് വരുന്നു. അത് ആ സേനയെ ഉപയോഗപ്പെടുത്തി ഹമാസ് എവിടെയാണുള്ളത് അവിടെയെല്ലാം നശിപ്പിക്കുക, ഹമാസിന്റെ ആയുധങ്ങൾ നശിപ്പിക്കുക, ഹമാസിന്റെ കൈകളിൽ നിന്ന് ഗസയുടെ ഭരണത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈജിപ്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 15 ടെക്നോക്രാറ്റുകളെ, പലസ്തീനിയൻ ടെക്നോക്രാറ്റുകളെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവരുടെ നേതൃത്വത്തിൽ ഇനി ഭരണം നടക്കും എന്ന് ഈ മധ്യസ്ഥ റോളിലുള്ള ഈജിപ്ത് പറയുന്നു. ഹമാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചതായി പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടി പരിശോധന നടക്കേണ്ടതുണ്ട്. ശരി സുഖൈല, ഈ തരത്തിലാണ് യുദ്ധം നിർത്തി അവസാനിപ്പിച്ചു, വെടിനിർത്തലാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഗസയിൽ ഇന്നും ആളുകൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്.